അങ്ങനെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പുതിയറയുള്ള ആപ്കോ ഹുണ്ടായുടെ ഷോറൂമിൻ്റെ മുമ്പിലാണ്. ആപ്കോ ഹുണ്ടായുടെ ഷോറൂമിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരു നല്ല ക്യാപ്ഷൻ എനിക്ക് കാണാൻ പറ്റും. ഹുണ്ടായി ഓണം പൊന്നോണം. നിങ്ങൾ ഹുണ്ടായുടെ ഒരു വാഹനം സ്വന്തമാക്കൂ, സുനിശ്ചിതമായിട്ടുള്ള ഓണ സമ്മാനങ്ങൾ നേടും. 3 കോടിയിലധികം സമ്മാനങ്ങളുണ്ട്. 3 കോടിയുടെ സമ്മാനങ്ങൾ, 3.5 കോടിയുടെ സമ്മാനങ്ങൾ, 3 കോടിയല്ല 3.5 കോടിയുടെ സമ്മാനങ്ങൾ. അതുകൂടാതെ 1 കിലോ സ്വർണം സമ്മാനങ്ങൾ നേടൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആപ്കോ ഹുണ്ടായുടെ ഒരു കാറ് വാങ്ങൂ, സുനിശ്ചിതമായ ഓണ സമ്മാനങ്ങൾ. നമുക്ക് ഹുണ്ടായുടെ മറ്റ് വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം ഓണത്തിന് ഇതേ ഒരു സമയം ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീടിനെ പോലെ തന്നെ നമുക്ക് വാഹനം സ്വന്തമാക്കുക എന്നുള്ളതാണ് ഒരു മനസ്സിൻ്റെ ആഗ്രഹം. അതും ഇഷ്ടമുള്ളൊരു വാഹനങ്ങൾ. ഹുണ്ടായുടെ വാഹനം, പുതിയ വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഭംഗിയുള്ള, ഭയങ്കര എന്താ പറയുക, ഒരു നമുക്ക് മനസ്സിൽ തന്നെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന മോഡലുകളാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഈ ഷോറൂമിനകത്ത് എങ്ങനെ കയറ്റിയാണ്, അതൊക്കെ അവർ കയറ്റും. പക്ഷേ നമ്മൾ ഇതിപ്പോൾ ഹുണ്ടായുടെ എക്സ്ട്രാ എന്ന് പറയുന്നൊരു വണ്ടിയാണ്. മറ്റ് ഈ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ പിന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ മാനേജറെ കാണുകയോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കാണുകയോ ചെയ്യണം. അപ്പം ഓഫറുകളെ കുറിച്ചും അവർ നമുക്ക് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നാലല്ലേ നമുക്കൊരു നല്ല വാഹനം വാങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് കണ്ടുവരാം. വേറൊരു കാര്യം കൂടി പറയട്ടെ. എനിക്ക് തോന്നുന്നത് നോർത്ത് കേരളയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലറാണ് ആപ്കോ ഹുണ്ടായി. അത് ഒരു പ്രത്യേകമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ നോർത്ത് കേരളയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു ഡീലറാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പൊന്നോണത്തിന് പിന്നെ ആപ്കോ നൽകുന്ന സമ്മാനം ഞാൻ നേരത്തെ പറഞ്ഞു, 3.5 കോടി രൂപയുടെ സമ്മാനം. അതോടൊപ്പം തന്നെ 1 കിലോ സ്വർണം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഈ വണ്ടി വാങ്ങണം, മറക്കണ്ട, എന്നാലേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണം. അപ്പം ഹുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മളോടൊപ്പം ചെയ്യുന്നു ഈ ചേച്ചിയുടെ പേര് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടായിരുന്നു. എൻ്റെ പേര് ഷിജി നിക്കോളസ്. ഷിജി നിക്കോളസ് നമ്മളെ ഈ വണ്ടിയെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം? ഇത് നമ്മുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു വെഹിക്കിളാണ്. ഹുണ്ടായുടെ നമ്മുടെ ബേസ് വെഹിക്കിളാണ്. ഗ്രാൻഡായിട്ട് യൂസ് കഴിഞ്ഞാൽ പിന്നെ മൈക്രോ SUV ആയിട്ടുള്ളൊരു വണ്ടിയാണ് എക്സ്റ്റർ. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളാണ് ഇപ്പം. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ, അതിൽ 7 ലക്ഷം മുതൽ 11 ലക്ഷം വരെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇപ്പം നമുക്കതിന് ഓഫറായിട്ട് 60,000 രൂപ ഒരു ഓഫറുണ്ട്. അതുകൂടാണ്ട് സ്ക്രാച്ച് ആൻഡ് വിന്നിലുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതായത് ഈ ഓണം ഓഫറാണ്. ഓണത്തിനുള്ള സ്കീമാണ് നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലായിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പം നമുക്ക് നമ്മുടെ പർച്ചേസ് എടുക്കാം. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി അത് അത്യാവശ്യം വേണ്ടതാണ്. അത് നമുക്ക് ഏകദേശം ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് എല്ലാം കൊണ്ടും കംഫർട്ടുള്ളൊരു വണ്ടിയാണ്. സുഖമായിട്ട് നമുക്ക് റോഡിലാണെങ്കിലും കൊണ്ടുനടക്കാൻ സുഖമാണ്. ഒരു ഫാമിലിക്കാണെങ്കിലും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ എക്സ്ട്രാ ചൂസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ നമുക്ക് കഴിഞ്ഞ വർഷം 2020 വണ്ടി ഇറങ്ങിയ സമയം തന്നെ നമുക്ക് കാർ ഓഫ് ദി ഇയർ ആയിട്ട് നമുക്ക് വന്നതാണ്. അപ്പോൾ അത്രയും ഒരു മൂവിങ് പ്രൊഡക്റ്റ് ആണ്. ഡീലറാണല്ലോ നോർത്ത് കേരളയിലെ ഏറ്റവും വലിയൊരു ഡീലറാണ്. മാത്രമല്ല ജനങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ്. അതെ, അത് ബ്രാൻഡാണ്. നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. കളർ വരുന്നുണ്ട്. ഇതിൽ ബ്ലാക്ക് നമുക്കിപ്പം ആദ്യം നമുക്ക് ഇതിൽ ബ്ലാക്ക് ഇല്ലായിരുന്നു, ഷെറിനായിരുന്ന ഒരു കളറായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ ഫസ്റ്റ് തന്നെ വന്ന മോഡലായ റേഞ്ചർ കാക്കി എന്നൊരു ഗ്രീനിഷ് കളർ വരുന്നുണ്ട്. പിന്നെ റെഡ് വരുന്നുണ്ട്. ബ്ലാക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ചെറിയ വെഹിക്കിൾസിൽ ബ്ലാക്ക് കുറവാണ് വണ്ടികളുള്ളത്. പക്ഷെ എക്സ്ട്രയിൽ നമുക്ക് ചെറിയ വണ്ടിയിൽ തന്നെ ഭംഗിയാണ്. ഇതിൽ തന്നെ നമുക്ക് നൈറ്റ് എഡിഷൻ പോലുള്ള വണ്ടികൾ വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ട് നടത്താനൊക്കെ സുഖമാണ്. ഒതുങ്ങിയ വണ്ടി. അതായത് സാധാരണക്കാരന്റെ മനസ്സിലുള്ള സാമ്പത്തികത്തിലെ ഒതുക്കവും ഉണ്ടാവും, വണ്ടി വരും. അല്ലേ? അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി അടുത്ത വണ്ടികളൊക്കെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യാം. താങ്ക് യു. ഇനി നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി ടെക്റ്റ ഇലക്ട്രിക് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, മനസ്സിനൊരു സുഖം തോന്നും. നല്ലൊരു കളറ്,
ഇനി നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. വരും. നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക് വെഹിക്കിളാണ്. അതായത് നമുക്ക് 2015 മുതൽ ഏകദേശം ക്രെറ്റ നമുക്ക് വിപണിയിൽ വന്നിട്ടുണ്ട്. 2015 മുതൽ 10 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ ഈ മാർക്കറ്റ് പിടിച്ചു നിർത്തുന്ന ഒരു വെഹിക്കിളാണ് ക്രെറ്റ. അപ്പം പ്രൂവ് ചെയ്ത വെഹിക്കിളാണ്. അതിൽ തന്നെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ സംരംഭം ഹ്യുണ്ടായിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരിതാണ്. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന ഒരു പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിൽ ഒരു ബേസ് മോഡൽ മുതൽ അങ്ങോട്ടാണ്, അതായത് ഒരു 20 ലക്ഷം മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. കാരണം ഹെവി വെഹിക്കിളാണ്. 1.5 നമുക്ക് ക്രെറ്റ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ക്രെറ്റ വന്നിട്ടുണ്ട്. ക്രെറ്റയുടെ ഇലക്ട്രിക് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് നമുക്ക് നല്ലൊരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ബേസ് മോഡലാണ് അല്ല, ഇത് ബേസ് അല്ല. നമുക്ക് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 2 വേരിയൻ്റാണ്. ഒന്ന് ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും 2 റേഞ്ചിലാണ് വരുന്നത്. അതിൽ വരുന്നത് നമുക്ക് 20 ലക്ഷം മുതൽ 28.5 ലക്ഷം വരെയാണ്. ഇത് ബാറ്ററിയിലാണ്, ഇലക്ട്രിക് വരുന്നത് ബാറ്ററിയിലാണ് വരുന്നത്. ബാറ്ററിയാണ് അതിന്റെ വേരിയേഷൻ, റേറ്റിന്റെ വേരിയേഷൻ. അതെ, 2 ബാറ്ററിയാണ് വരുന്നത്. അതാണ് പറയുന്നത് ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും. ഓഫർ എന്ത് ഈ ഓണത്തിന് എന്തോ ക്രെറ്റയ്ക്ക് നമുക്ക് ഞാൻ പറഞ്ഞത് 2015 മുതൽ നമുക്ക് മാർക്കറ്റിൽ വന്ന വാഹനമാണ്. ക്രെറ്റയ്ക്ക് പ്രത്യേകിച്ചും ഹ്യുണ്ടായി ഓഫറൊന്നും തരുന്നില്ല. നമുക്ക് ഹ്യുണ്ടായി ഓഫർ ഇല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് വിൽക്കാൻ പറ്റിയ വണ്ടിയാണത്. പിന്നെ നമുക്ക് ഓണത്തിൻ്റെ ഓഫർ സൈഡിലെ സ്ക്രാച്ച് ആൻഡ് വിൻ പോലുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ നമ്മൾ ഒരുപാട് ഓഫർ ഗിഫ്റ്റുകൾ വരുന്നുണ്ട്. അത് കസ്റ്റമർക്ക് തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ. നമ്മൾ ഈ ഹ്യുണ്ടായിൽ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും, വണ്ടീൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇവരെ പോലുള്ള ആൾക്കാർ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സഹായം നൽകും. എന്തായാലും ഇവരെ വന്നിട്ട് കാണുക, പുതിയൊരു വാഹനങ്ങൾ വാങ്ങുക. ഇനി അടുത്ത വണ്ടി നമുക്ക് പരിചയപ്പെടാം അല്ലേ? എത്രത്തോളം ഇനി നമ്മൾ പരിചയപ്പെടുന്ന വാഹനം ന്യൂസ് എന്ന് പറയുന്നൊരു വാഹനം. അപ്പോൾ പറഞ്ഞോളൂ. അതെ, ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് ആണിത്. നമ്മുടെ ഹ്യുണ്ടായുടെ ബേസ് ആയിട്ടുള്ള വെഹിക്കിളാണ്. നമ്മൾ നോർമലായിട്ട് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റർ മുമ്പേ പറഞ്ഞായിരുന്നു. എക്സ്റ്റർ എന്ന് പറയുന്നത് ഒരു മൈക്രോ SUV ആണ്. ഇതൊരു ഹാച്ച് ബാക്ക് വെഹിക്കിളാണ്. നമുക്കൊരു 7.25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏകദേശം 7.25 മുതൽ സ്റ്റാർട്ട് ചെയ്തതിന് 9 ലക്ഷം വരെ നമുക്കൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. അപ്പം നമ്മുടെ ഓണത്തിന് ഓഫറുണ്ട്, 70,000 രൂപ വരെ ഓഫറുണ്ട്. അതുകൂടാണ്ട് സ്ക്രാച്ച് ആൻഡ് വിന്നിലുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പം എന്തായാലും ഈ ഓണ സമയത്ത് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ ഉള്ള വണ്ടി ഈ കാണുന്ന i20 ആണ്. പറഞ്ഞോളൂ, i20നെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിൽ വരുന്നതാണ് i20 അല്ലേ? എല്ലാവരും നമ്മൾ ആദ്യം മുതലേ കണ്ടുവരുന്ന വാഹനം, റോഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നവരാണ് i20യുടെ. അതിൻ്റെ ഫേസ് ലിഫ്റ്റുകൾ നമ്മുടെ 3 ഫേസ് ലിഫ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് വരുന്നത് നമുക്ക് ഏകദേശം എക്സ്ഷോറൂം വരുമ്പോഴേക്കും ഒരു 7.25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 ലക്ഷം വരെയുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റ് എക്സ്ഷോറൂം വരുന്നത്. ഓൺ റോഡ് വരുമ്പോഴേക്കും മാക്സിമം 13 ലക്ഷം ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോഴേക്കും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിലും നമുക്ക് എന്തായാലും ഇപ്പം എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഹ്യുണ്ടായി i20. അതിൽ ഏകദേശം നമുക്ക് 70,000 രൂപ വരെ ഓഫറുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് പറയുമ്പോൾ ഒരു i20 നമ്മളെ മനസ്സിലുള്ള നമ്മളെല്ലാവരും കസ്റ്റമേഴ്സ് ചോദിച്ച് വരുന്നൊരു പ്രൊഡക്റ്റാണ്. മറ്റേ പേരെല്ലാം പുതിയ പ്രൊഡക്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഒരു എന്താ പറയുക ഫെമിലിയർ ആയിട്ടൊരു പ്രൊഡക്റ്റ് പറയുമ്പോൾ i20 ആണ്. i20 കസ്റ്റമർ ചോദിച്ചു വരും. ക്രെറ്റ പോലെ തന്നെ നമുക്ക് ചോദിച്ചു വരുന്നൊരു വണ്ടിയാണ്. ഹാച്ച് ബാക്ക് വെഹിക്കിളാണ്. പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് i20 വരുന്നത്. കേട്ടല്ലോ. ഇനി മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ ഓഫർ കരസ്ഥമാക്കാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ആപ്കോ ഹ്യുണ്ടായിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.